ഹായ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ തൈരും 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു 400 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർക്കുന്നത്. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. എങ്കിൽ മാത്രമേ നല്ലപോലെ മസാല പിടിച്ച് കിട്ടൂ. ഇപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ട് വേണം ചിക്കനിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാൻ. മുട്ടയുടെ വെള്ളയും കോൺഫ്ലോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട. ഇത് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കോൺഫ്ലോറും അരിപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങാനീരും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചിക്കൻ എല്ലാം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അതുപോലെ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ഇപ്പോൾ നല്ല കളറിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്കൊരു സോസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി ഗാർലിക് സോസാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒരു കപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതിലേക്ക് ഒരു നുള്ള് റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലേക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളത്തോടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരണം. ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്കൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം.
ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്